വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SSF പരിയാരം സെക്ടർ സാഹിത്യോത്സവിന്റെ ഈ അസുലഭസുന്ദര മുഹൂർത്തത്തിൽ ലഹരികളിൽ മുങ്ങുന്ന വിദ്യാർത്ഥിത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് സർവശക്തൻ തുണക്കട്ടെ. ആമീൻ. ഏതൊരു രാജ്യത്തിന്റെയും പ്രകടവും പ്രസക്തവുമായ സമ്പത്ത് ആ രാജ്യത്തെ ജനങ്ങളാണെന്ന് നമുക്കറിയാം. എന്നാൽ ജനങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹവും സൗഹാർദ്ദവും അന്യം നിൽക്കുകയും തൽസ്ഥാനത്ത് തമ്മിലടിയും തെമ്മാടിത്തരവും അരങ്ങ് തകർക്കുകയാണെങ്കിൽ ആ ജനസമ്പത്ത് കൊണ്ട് കാര്യമായി തൃപ്തിപ്പെടാനാവില്ല. അപ്പോൾ മാനവികമായ ഐക്യവും മനുഷ്യത്വപരമായ പെരുമാറ്റവും പേരിന് മാത്രമായി പോകുന്നതിന്റെ മൂലകാരണം സുഖലോലുപതയുടെ വറ്റുകൾക്ക് മുമ്പിൽ അടിയറവ് വയ്ക്കുന്ന മൂലച്യുതിയാണ്. കണ്ടും കേട്ടും സ്പർശിച്ചും രുചിച്ചും പുതുപുത്തൻ അനുഭൂതികളുടെ പാതയിലൂടെ മുന്നേറാനുള്ള മനുഷ്യന്റെ തൃഷ്ണ ചെന്നെത്തുന്നത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മുഖ്യമായ ദൃശ്യം നേടിയെടുക്കുന്നതിലേക്കാണ്. സാക്ഷരതയിലും കുടുംബക്ഷേമത്തിലും സംസ്കാരത്തിന്റെ സുഹൃത്തുക്കളിലുമൊക്കെ ലോകത്തിനു തന്നെ മാതൃകയായിത്തീർന്ന നമ്മുടെ കൊച്ചു കേരളം പോലും ഇന്ന് ലഹരി നുണയുന്നതിലും ആത്മഹത്യയിലും ഒരു ചുവട് മുന്നിലാണെന്ന വസ്തുത സാംസ്കാരിക കേരളത്തിന്റെ കണ്ണുതുറപ്പിക്കേണ്ടതാണ്. വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം മാനവ സംസ്കാരത്തെ മരണ സംസ്കാരത്തിലേക്കാണ് എത്തിക്കുന്നത്. സ്വയം പരിചയപ്പെടുത്തി അതിൽ അഭിമാനം കൊണ്ടെന്നല്ല അഹങ്കാരത്തോടെ ആവർത്തിക്കുന്നതിന് മുമ്പ് ഇന്നിന്റെ കേരളത്തിന്റെ സാമൂഹിക സ്ഥിതിയെ കുറിച്ച് ഉറക്കെ ചിന്തിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ കേരളത്തിന്റെ സാമൂഹിക സ്ഥിതി എന്താണ്? 9 വയസ്സുകാരൻ മുതൽ 90 വയസ്സുകാരൻ വരെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് റോഡിലും തോടിലും ഓടയിലും വീണു കിടക്കുന്ന ദയനീയ രംഗം നമുക്ക് കാണേണ്ടി വരുന്നില്ലേ? സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കൗമാര യൗവനങ്ങൾ വൈകുന്നേരങ്ങളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും പാൻ മസാല കൂടുകൾക്കും വഴങ്ങി ആറുകാലിൽ ആടിക്കൊഴിഞ്ഞു വരുന്ന സംസ്കാരമല്ല ഇവിടെ നിലനിൽക്കുന്നത്. അതുപോലെ പ്രായഭേദരക്തമുണ്ട വൈജാത്യമന്യേ പുരുഷന്റെ കാമവരയ്ക്ക് പാത്രീഭൂതരാകുന്ന പെൺശരീരങ്ങളുടെ ദീനരോധനം കേരളത്തിന്റെ ഏത് സംസ്കാരത്തെയാണ് വിളിച്ചറിയിക്കുന്നത്? ഇതിന്റെയൊക്കെ പിന്നിൽ വില്ലനായി നിൽക്കുന്നത് മദ്യം പോലുള്ള ലഹരി പദാർത്ഥങ്ങളാണ്. നിരവധി സംസ്കാരങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും തകർച്ചയ്ക്ക് വഴിയൊരുക്കിയത് മദ്യദശകങ്ങളായിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചവർക്കറിയാം. ബാബിലോൺ, ഗ്രീക്ക്, റോമൻ ചരിത്രത്തിൽ കത്തിനിന്ന സാംസ്കാരിക ചിഹ്നങ്ങളെ പതനത്തിന്റെ പടുകുകളിൽ എത്തിച്ചത് മദ്യമാണ്. ആ മദ്യമാണ് ഇന്ന് പല പേരുകളിൽ കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ നാശത്തിനും നിഷ്ക്രിയത്വത്തിനും കാർമ്മികത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 1956 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മദ്യാസക്തി ഒരു രോഗമാണെന്ന് പ്രഖ്യാപിക്കുകയും 1957 സൈക്കാട്രിസ്റ്റ് അസോസിയേഷൻ അത് ആവർത്തിച്ചുറപ്പിക്കുകയും ചെയ്തിട്ടുള്ള മദ്യം എന്ന വിഷദ്രവ്യം ശാരീരികമായും മാനസികമായും ആധ്യാത്മികമായും കുടുംബപരമായും സാമൂഹികപരമായും നിരവധി രോഗങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു മാരകമായ രോഗാണുവാണ് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തു നിന്നും വിശിഷ്ട കേരളത്തിൽ നിന്നും മദ്യത്തെ തുടച്ചു നീക്കേണ്ടത് മനുഷ്യപ്പറ്റുള്ള മലയാളികളുടെ ഒരു ആവശ്യമാണെന്ന് നാം ന്യായമായി മനസ്സിലാക്കുന്നു. ഇറാനിലെ ടെഹ്റാൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്ന ഡോക്ടർ സഈദ് ഹിക്മത്ത് തന്റെ പുസ്തകത്തിൽ മദ്യം കാരണം ശിഥിലമായ കുടുംബ പശ്ചാത്തലങ്ങളെ ഉൾപ്പെടുത്തി മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ മാരകമായ ദുരന്തങ്ങളെ പറ്റി വാചാലനായിട്ടുണ്ട്. ജാലിയൻ വാലാബാഗിലൂടെ കുപ്രസിദ്ധി ആർജിച്ച ജനറൽ ഡയറിന്റെ പിതാവ് എഡ്വേർഡ് ഡയറാണ് ഇന്ത്യയിൽ ആദ്യമായി വാറ്റുശാല ആരംഭിച്ചത്. വൈദേശികാധിപത്യത്തിന്റെ കരാളഹസ്തങ്ങളെ വേരോടെ പിഴുതിരുന്നെങ്കിലും വാറ്റുശാലയും തുടർന്ന് 1855 ശേഷമുള്ള മദ്യനിർമ്മാണശാലകളും നാം ഏറ്റെടുക്കുകയായിരുന്നു. മദ്യപാനവും ലഹരി ഉപയോഗവും ഇന്ന് ആകർഷകവും സൗഹാർദ്ദപരവുമായ ഒരു സംസ്കാര രീതിയായി മാറിയിരിക്കുന്നു. മാറിവരുന്ന സർക്കാരുകളൊക്കെ തന്നെ അബക്കാരി കോൺട്രാക്ടർമാരെ പ്രീണിപ്പിക്കാനായി റവന്യൂ വരുമാനത്തിന്റെയും സർക്കാരുകളുടെയും പ്രശ്നങ്ങൾ പറഞ്ഞ് മദ്യസംസ്കാരം ഊട്ടിയുറപ്പിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്യത്തെ ആനന്ദത്തിനും വിനോദത്തിനുമുള്ള ഉപാധിയാക്കി മലയാളി മാറ്റിയിരിക്കുകയാണ്. എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കും വിധം രക്തബന്ധവും കുടുംബബന്ധവും മറന്ന് സ്ത്രീത്വത്തെ കാമവികാരത്തിന്റെ ശമന മാർഗമായി മാത്രം നോക്കിക്കാണുകയും സ്വന്തം ശത്രുവിനെ പോലും മറന്നു പോവുകയും ചെയ്യുന്ന പരിതാവസ്ഥയിലേക്ക് മദ്യപാനി എത്തിയിരിക്കുന്നു. ഇവിടെയാണ് പ്രവാചകന്റെയും ഇസ്ലാമിന്റെയും ഒക്കെ അധ്യാപനങ്ങൾ ഒരാവർത്തി കൂടി വായിക്കേണ്ടിയിരിക്കുന്നത്. മദ്യത്തിന് അതിശക്തമായ വിധം അടിമപ്പെട്ടിരുന്ന ജാഹിലിയ അറബികൾക്ക് മദ്യവർജനത്തിനുള്ള ധാർമ്മിക ശക്തി പ്രദാനം ചെയ്തത് ദൈവിക പ്രകാശമായിരുന്നു എന്ന വസ്തുത നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മദ്യം എല്ലാ തിന്മകളുടെയും താക്കോലാണെന്ന് വിശേഷിപ്പിച്ച പ്രവാചക പുങ്കവന്റെയും വിശുദ്ധ ഖുർആനിന്റെയും ശക്തമായ താക്കീതിന്റെയും കൃത്യമായ ഇടപെടലുകളുടെയും ശേഷം മാനവരാശിക്ക് നവോത്ഥാന തീർത്ഥം കൊളുത്താൻ ഉയർക്കേണ്ട നവോത്ഥാന നായകന്മാരെല്ലാം അത് ഏറ്റുപിടിച്ചു. കേരളത്തിൽ പോലും ഇതിന്റെ അലയൊലികൾ നടന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഇതിൽ ഒരുപടി മുന്നിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനമായ
കർമ്മസ്ഥാന നിരോധനം വലിയൊരു ആശ്വാസമാണെങ്കിൽ കൂടി ഇന്നും ഈ വർണ്ണപ്പൊതികൾ വിറ്റ് കാശാക്കുന്ന പണക്കുതിയന്മാർ യുവത്വത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.